ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്ന അജിയേട്ടൻ്റെ ഇളയ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ ഏറ്റവും മൂത്തവൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ്. ആ വീടാണ് ഇപ്പം ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഫുള്ളായിട്ട് ഞാൻ പിന്നെ കാണിക്കാം. അതിൻ്റെ ഫ്രണ്ട് ഇത് തുമ്പ ഇത് തുമ്പ. ഹായ്, ഒരു ഹായ് പറഞ്ഞ, ഹായ്. അമ്മയോട് പോയി പയ്യന്നൂർ പോയോ? സാരി വാങ്ങാൻ പോയതാന്ന്. ആര് കൂടെ ഉള്ളത്? സിൽവി ആൻറ്റിക്കാ. ഹായ് കൺമണി. ഒന്ന് നോക്കപ്പാ. ഇപ്പം കണ്ട തുമ്പയും കൺമണി എന്ന് പറയുന്നത് ഇവിടുത്തെ മാമൻ്റെ രണ്ടാമത്തെ മോൻ്റെ 2 മക്കളാണ് കേട്ടോ. മൂത്ത ഒരാളും കൂടെ ഉണ്ട്, ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട്, ആദി. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ എല്ലാം ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ കുറച്ച് പണികൾ മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് കുറച്ച് ചെമ്മീൻ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു. അജേട്ടൻ്റെ പെങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, സുനിയേച്ചി. ഞങ്ങൾ 2 പിന്നെ അവിടുത്തെ മൂത്ത മോനാണ് കൂടെ നിൽക്കുന്ന ജിജുവിൻ്റെ വൈഫിൻ്റെ അമ്മയാണ് മറ്റേ ആൾ, ലീലേച്ചി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അന്ന് തലേദിവസം രാത്രിക്കത്തേക്കുള്ള ചെറിയ പണികളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഓക്കെ, ചെറിയ ഫങ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ തലേദിവസം. നാളെയാണ് കൂടുതലായിട്ടുള്ള കല്യാണം, അത് കഴിഞ്ഞിട്ട് റിസപ്ഷനും ഒക്കെ ആയിട്ട് വലിയ രീതിയിലേക്ക് ഫങ്ഷൻസ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ ചെമ്മീൻ എന്ന് പറയുന്നത് നാളത്തേക്കുള്ളതാണ്. ഇതിപ്പം ഒരു കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ എടുക്കുവാണ്, ചേന കായും ഒക്കെ. അത് വൈകിട്ടത്തേനുള്ളതാണ് കേട്ടോ. ചെമ്മീൻ കറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ബിരിയാണിയാണ് നമ്മുടെ റിസപ്ഷൻ ഉണ്ടാവൽ. അപ്പോൾ അന്നേരം ഈ ബിരിയാണി കഴിക്കാത്തവർക്ക് സാധാ ചോറ് കൊടുക്കലുണ്ട്. അപ്പം അതിൽ ചിക്കൻ കഴിക്കാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്മീൻ കൊണ്ട് കറി ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഭാഗത്തെല്ലാം, കണ്ണൂർ ഭാഗത്തെല്ലാം ഉള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ചോറുണ്ണാനായിട്ടുള്ള ഇതിലേക്കൊക്കെ ആയിരുന്നു. മാമനാണ് ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നത്. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ അടുത്തൊക്കെയുള്ള ചേച്ചിമാരും പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം തന്നെ എല്ലാവരും തന്നെയാണ് ഉള്ളത്. അമ്മയുടെ ഫാമിലി. ഇതാണ് മാമൻ. ഈ മാമൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഗെറ്റ് ടുഗദറായിരുന്നു. ഇത് ഇളയമ്മയാണ്, അമ്മയുടെ അനിയത്തിയാണ്. നല്ല പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ശാന്ത എന്ന പേര്, കാഞ്ഞങ്ങാട് നിന്നാണ് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യമോൻ. അവനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല. അതിന് അമ്മായി പറയുമായിരുന്നു അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഇത് കല്യാണം ഉള്ളവൻ്റെ അമ്മയാണത്. അങ്ങനെയൊക്കെ സംസാരിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളങ്ങനെ ഇരുന്നു. അങ്ങനെ ഇവിടെ ഒരു നല്ലൊരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞി പൂച്ചയാണ്, അടിപൊളിയാണ്. അപ്പുറത്തെ മൂത്തവൻ്റെ മോടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഉണ്ടായിരുന്നത്, ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത് പൂച്ച. പിള്ളേരെല്ലാവരും കൂടെ എടുത്ത് ഓമനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇളയമ്മയുടെ, ഇപ്പം കണ്ട ശാന്ത ഇളയമ്മയുടെ ഇളയ മോനാണ്. അവൻ്റെ വൈഫാണ് അവിടെ വൈറ്റ് ചുരിദാറൊക്കെ ഇട്ട് നിന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം പൊളിച്ച് കൊടുക്കാമായിരുന്നു. അപ്പോൾ സിന്ധേച്ചി ഏട്ടത്തിയമ്മയ്ക്ക് കുറച്ച് കണ്ണൊക്കെ നേറിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് വൈകിട്ടത്തേനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് കല്യാണ ചെക്കൻ. ശരിക്കും എൻ്റെ ഫോണിനാണ് ക്ലാരിറ്റി കുറവായിരുന്നു, കാരണം നാളത്തെ വീഡിയോയിൽ നല്ല ക്ലിയറായിട്ട് കാണിക്കാം. ഇത് ഇളയമ്മയുടെ മൂത്ത മോൻ്റെ മോനൊക്കെയാണ്. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ ഒരടിച്ചു പൊളിച്ച് നല്ലൊരു രസമായിട്ട് പോയി തലേദിവസം. അങ്ങനെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു. ഞങ്ങളുടെ വീടും ഇവിടവും തമ്മിൽ ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അത്രയും ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ നോക്കിയാൽ നല്ല പുല്ല് വളർന്നു നിൽക്കുകയാണ്. പുല്ലിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഗ്രീനറി നല്ല അടിപൊളിയായി എനിക്ക് തോന്നി. ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വന്നതിന് ശേഷം എനിക്ക് മോൻ്റെ മുടി മുറിക്കാനുണ്ടായിരുന്നു, കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മോനെയും കൂട്ടിയിട്ട് കുറച്ചൊരു തെക്കുംപാടെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് നടക്കണം. അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട്
കട്ട് ചെയ്യാൻ പോയി. കുറേ നാളായി, അല്ലെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കലായിരുന്നു. 2-3 മാസമായിട്ട് എൻ്റേതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയത്. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിക്ക് കണ്ട നമ്മുടെ ചേഞ്ചിങ് റോസയാണ് ഇത്. നിങ്ങളുടെയൊക്കെ വീട്ടിലുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. അടിപൊളി, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്നറിയോ. അത് വൈറ്റാണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നെ അത് കളറ് ചേഞ്ച് ആയിട്ട് ആ റോസിലേക്ക് മാറുന്നതാണ്. അങ്ങനെ ആദ്യക്കുട്ടൻ സാധാരണ ചില ദിവസങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വഴക്കായിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കാം. പക്ഷേ ഇന്ന് അവൻ ഹാപ്പി ആയിരുന്നു, അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒരു 5-10 മിനിറ്റ് വീട്ടിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഇത് കണ്ടോ, ചെണ്ടുമല്ലിയുടെ ഒരു തോട്ടമുണ്ട്. അതിനുള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല, ഫുൾ കാടായിരുന്നു. ഇത് ഇവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അവർ കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഓണത്തിലേക്ക് കൃഷി ചെയ്തതാണ്. പക്ഷേ പൂക്കൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ട് അവിടെ അതിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് വീണ്ടും കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. മോനെയും കൂട്ടി, ഉച്ചക്കൊന്നും മോനെയും മോളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനും മോനെയും ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ബാക്കിലുണ്ട് കേട്ടോ. ഞാൻ ഇവനെയും കൊണ്ട് കുറച്ച് സ്പീഡ് നടന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആദു ചെന്നപാട് സ്റ്റേജിൻ്റെ നടുക്ക് അവിടെയോട്ട് പോയിരുന്നു. അവന് ഇഷ്ടപ്പെട്ടു ലൈറ്റെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ കണ്ടപ്പോഴല്ല. ഇത് അമ്മായിയുടെ അമ്മയാണ് കേട്ടോ. പൊടിമോളെ എടുത്തപ്പോൾ അമ്മായി എടുത്തപ്പോഴത്തേക്കിനും അവൾക്ക് കുറച്ച് പരിചയക്കുറവിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മോനെയും കൊണ്ട് വേഗം കഴിച്ച്, കാരണം അവൻ എപ്പോഴാണ് ബഹളം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആളെല്ലാം കാണുമ്പോഴത്തേക്കിനും അവന് ആകെ ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ട് പിന്നെ തലേദിവസം അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നാളെയാണ് റിസപ്ഷനും കാര്യങ്ങളും എല്ലാം കുറച്ച് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തലേദിവസം അത്ര ആളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ്. ഇപ്പം എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കണ്ണൂർ ഭാഗത്ത് മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്കും ഒന്നില്ലേ നെയ്ച്ചോറ്, അല്ലെ ബിരിയാണി, അല്ലെ ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഹാപ്പിയാണ്, അതിന് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഹാപ്പി തന്നെ. എന്നാലും പ്രത്യേകിച്ച് ആദിൻ്റെ കാര്യം പറഞ്ഞാൽ ആദിന് സദ്യയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം അത് ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ആണെങ്കിൽ തന്നെ വാരി തിന്നുകയും ചെയ്തോളും. മറ്റേതാണെങ്കിൽ തൊടുകയില്ല. ഞാൻ എത്ര പണിപ്പെട്ടാലും അവൻ കഴിക്കുകയില്ല. കണ്ടോ, താളം പിടിക്കുന്നത് കണ്ടോ. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അവൻ ഭയങ്കര ഹാപ്പി ആകുന്നതിൻ്റെ ഒരു സൈനാണത്. അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ രാത്രി കുറേ സമയം, ഒരു 10-11 മണി ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ചു പോന്നു. നാളത്തെ വിശേഷങ്ങളുമായിട്ട് അപ്പം നമുക്ക് നാളെ കാണാം. അടിപൊളി അറേഞ്ച്മെൻറ്റ്സാണ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.